കരിമ്പുഴ പഞ്ചായത്ത് 16-ാം വാർഡിൽ CPI സജീവ പ്രവർത്തകനായിരുന്നയാൾ സ്വതന്ത്രനായി മത്സരരംഗത്ത്. നിരവധി വിഷയങ്ങളിൽ പാർട്ടി നിലപാടുകളിലെ അവഗണനയിൽ പ്രതിഷേധിച്ച് പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന അബ്ദു കോൽക്കാട്ടിലാണ് ജനകീയ ആവശ്യത്തെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും നിസ്വാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു താനെന്നും അത് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാമെന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ചല്ല മത്സരിക്കുന്നതെന്നും അബ്ദു പറയുന്നു. പിന്നെ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ഞാൻ നിൽക്കാണ്ടായ സാഹചര്യം, ഈ വാർഡിൽ ഈ പ്രദേശത്ത് എല്ലാ ആൾക്കാരും എന്നെ അറിയും. ഞാൻ അറിയാത്ത ഒരാളും ഈ പ്രദേശത്തില്ല. അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു ആവശ്യപ്രകാരമാണ് ഞാൻ നിന്നത്. അല്ലാതെ എനിക്കൊരു സ്ഥാനാർത്ഥിയാവണമെന്നോ എനിക്കങ്ങനെ ഒരു സ്ഥാനാർത്ഥി മോഹം കൊണ്ടോ കയറി പറ്റിയതല്ല. അതിൽ ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ജനങ്ങളെ ആവശ്യപ്രകാരമാണ് ഞാൻ നിന്നിട്ടുള്ളത്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ജനകീയ വിഷയങ്ങളിൽ പാർട്ടി തന്നോട് ചെയ്ത അവഗണനയും വിശ്വാസവഞ്ചനയും തന്നെ ഒരുപാട് വേദനിപ്പിച്ചെന്നും ഒരു നിലയിലും സഹകരിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ പാർട്ടി വിട്ടുനിൽക്കുന്നതെന്നും അബ്ദു കോൽക്കാട്ടിൽ പറഞ്ഞു. പാർട്ടിയുടെ നേതൃത്വ സ്ഥാനം വഹിക്കുന്ന ആളുകൾ എന്തൊരു ആനുകൂല്യം കിട്ടുകയാണെങ്കിലും നേതാക്കന്മാരെ പോക്കറ്റിൽ കൂടി നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ നീങ്ങി. ഇവിടുത്തെ LC സെക്രട്ടറി ആയിരുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ ഒരു മകന് എനിക്ക് പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലാറിൻ്റെ ഞാൻ ഇപ്പം മറ്റേ പാർട്ടി പോകുന്നു പറഞ്ഞിട്ടൊക്കെ ടീച്ചറിന് പറഞ്ഞപ്പോൾ PC മാഷ് ഹൈസ്കൂളിൻ്റെ ഒരു മാനേജിംഗ് ട്രസ്റ്റിയിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഈ പാർട്ടിയുടെ അനുഭാവിയായിരുന്നു. അദ്ദേഹവും മരിച്ചുപോയ തങ്കമണിയേട്ടനും കൂടെ ഇടപെട്ടിട്ട് ഒരു പിയൂണിൻ്റെ പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്തു. ഞാൻ കുരിക്കുകാട് ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. ആ സമയത്താണ് അവിടെ CPIയുടെ ഒരു പോസ്റ്റ് കൂടെ, CPIക്ക് ഒരു പോസ്റ്റും CPMന് 2 പോസ്റ്റും പിയൂൺ പോസ്റ്റായിട്ട് വന്നു. അപ്പോൾ CPIയുടെ പോസ്റ്റ് ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ച അപ്പം ഞങ്ങൾ യോഗം കൂടി. ഞാൻ LC മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ യോഗം കൂടിയപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ഈ ഹൈസ്കൂളിൻ്റെ ബാക്കിലായിട്ട് കുറേ SC കോളനി ഉണ്ട്. ആ കോളനിയിൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് നിർഭാഗ്യവശാൽ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു 3 പൊടി കുട്ടികളും ഭാര്യയും ഒരു വളരെ ദയനീയമായ രീതിയിലായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് അയമക്ക് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ റിപ്പോർട്ട് മിനിറ്റ്സ് ബുക്കിൽ എഴുതി. മണ്ഡലം കമ്മിറ്റിയാണ് ഇത് തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ഒരു ലോണ് സർക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരാൾക്കൊരു അർജൻറ്റായിട്ട് ലോണ് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ പ്രസിഡൻറ്റ് എന്നെ വിളിച്ചു ബാങ്കിൽ നിന്ന്. ഒരു ലോൺ സർക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അടിയന്തര കാര്യമാണെന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്ന് ആ പേപ്പർ ഒപ്പിട്ട് കൊടുക്കൽ കഴിഞ്ഞ് നോക്കുമ്പോൾ കൗണ്ടറിൻ്റെ ഉള്ളിൽ ഒരു പയ്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു, സെക്രട്ടറി എന്താ ഈ പയ്യൻ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജില്ലാ സെക്രട്ടറി KT രാമേന്ദ്രൻ്റെ മകൻ ഈ പയ്യനാണ് നമ്മളുടെ CPIയുടെ പോസ്റ്റ് അനുവദിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് ഒരു കത്ത് തന്നിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് അവനെ ഇവിടെ ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് ഇപ്പം ഞാൻ ആകെ നിരാശനായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ LC മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗ് വിളിച്ചപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിൽ ഈ കാര്യം ചോദിച്ചു, ഇതെങ്ങനെയാണ് ഈ പയ്യനിത് കൊടുക്കാണ്ടായ കാരണം. അർഹതപ്പെട്ട ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു പണി ഒരു വീട്ടിൽ കൊടുത്തു. രണ്ടാമത്തെ പയ്യനും ആ വീട്ടിൽ തന്നെ ജോലി കൊടുക്കാനുണ്ടായ സാഹചര്യം, അതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ചോദിച്ചപ്പോൾ 1 കൊല്ലം മുമ്പേ ഞാൻ അവന് കൊടുക്കാമെന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, അത് കാരണത്താലാണ് കൊടുത്തത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ മാനസികമായിട്ട് അപ്സെറ്റായി. ഞാനും ഈ പറയുന്ന കമ്മിറ്റിയിൽ ചില നേതാക്കൾ എന്ന് പറഞ്ഞ ആളുകളും ഞാനും ക്ഷോഭിതനായി. അവരും ഞാനും വളരെ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്താണോ, ഇത് തറവാട്ട് സ്വത്താണോ, നിങ്ങളുടെ ഏകാധിപത്യം ചെയ്യാനാണ് ഇത്തരം പ്രവണതകൾ ചെയ്ത് നിങ്ങളുടെ കൂടെ നടക്കാൻ ഞാൻ താല്പര്യമില്ല. ഈ താല്പര്യത്തോട് ഇത്തരം നീച പ്രവർത്തനം ചെയ്യുന്നതിൻ്റെ കൂടെ നടക്കാൻ ഇനി നാളെ മേലെ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ്. വാർഡിലെ ഓരോ വോട്ടറെയും വ്യക്തമായി അറിയുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിജയിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അബ്ദു കോൽക്കാട്ടിൽ കൂട്ടിച്ചേർത്തു. 16-ാം വാർഡിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളവർക്കാണ്. ഒരു പാർട്ടി ഒരു സംഘടനയുടെയും വക്താവല്ല ഞാൻ. എല്ലാ വിഭാഗത്തു നിന്നും വോട്ട് ചെയ്യും.